ഇപ്പോൾ ചോര തിളയ്ക്കൽ എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മളോട് അനീതി കാണിക്കുമ്പോൾ വൃത്തികേട് കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തിൽ മാത്രമേ ഒരു പക്വതക്കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ CMDയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മാറ്റി നിർത്താൻ മാത്രമാണ്, നടപടി പൂർണ്ണമായും പുറത്താക്കേണ്ടതില്ല എന്നാണ്. ഇയാൾ താൽക്കാലിക ജീവനക്കാരനാണ്. അയാൾ തന്നെ പറയുന്നു അയാൾ സ്ഥിരം ജീവനക്കാരനായിരുന്നെങ്കിൽ എന്നെ പുറത്താക്കിയേനെ എന്ന്. അപ്പോൾ അതിന്മേലൊരു പരിശോധന ഇവർ പ്രാഥമികമായി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പിന്നെ ഈ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ ഉള്ളത് വാദത്തിന് ബലം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണോ എന്നറിയില്ല. കാരണം പോലീസ് റിപ്പോർട്ടിലും അതില്ല. അതിനി കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ പരിശോധിച്ച് എൻ്റെ റിപ്പോർട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇനി അത് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഭാഗത്തും കുഴപ്പമുണ്ട്. ഈ ഡ്രൈവറുടെ ഭാഗത്ത് ഈ വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി എടുത്ത് പറ്റും. അങ്ങനെയെങ്കിൽ ആ ഡ്രൈവർ വണ്ടി ഓടിക്കരുത് എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. അത് ഗതാഗത വകുപ്പ് എനിക്ക് തോന്നുന്നു അന്തിമ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ചെയ്യുക എന്ന് തോന്നുന്നു. പക്ഷേ മേയർ ഈ കാര്യത്തിൽ എടുത്ത കാര്യം ഈ ഒരു കാര്യം മാത്രമാണ്, റോങ് സൈഡിൽ വണ്ടി നിർത്തുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം ഇങ്ങനെ ഇത്ര നേരം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണമൊക്കെയാണോ നടത്തേണ്ടത്.